ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ചാർജറാണ്. അപ്പോൾ ഈ ഒരു ചാർജർ വർക്ക് ചെയ്യാൻ വേണ്ടത് 12 വോൾട്ടാണ്. 12 വോൾട്ട് അഡാപ്റ്ററോ അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിതിനകത്ത് 1.5 വോൾട്ടിൻ്റെയും 1.2 വോൾട്ടിൻ്റെയും ബാറ്ററികൾ റീചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ബാറ്ററി ആയിട്ട് സെപ്പറേറ്റ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ എല്ലാം LCDയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർജർ ഈ രൂപത്തിലായിരുന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം. അപ്പോൾ ഈ ഒരു ചാർജർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഫുള്ള് കരിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് പോലത്തെ റീചാർജബിൾ ബാറ്ററികൾ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ റീചാർജബിൾ ബാറ്ററി ഉപയോഗിച്ച് നമുക്കിതിനകത്ത് ചാർജ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു USB ഔട്ട് കൂടെ ഉണ്ട്. ഇവിടെ 12 വോൾട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാർജർ നേരത്തെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളിത് കളയാൻ കാരണം, അതായത് നമുക്ക് തരാൻ കാരണം വേറെ ഒന്നുമല്ല. അദ്ദേഹം ഓർത്തുകൊണ്ടിരുന്നത് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന 15 രൂപയുടെയൊക്കെ ക്ലോക്കിനും റിമോട്ടിനൊക്കെ ഇടുന്ന ബാറ്ററിനകത്തിട്ട് റീചാർജ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് പുള്ളി മേടിച്ചത്. അപ്പം ഇതിനകത്ത് അത്തരം ബാറ്ററികളല്ല ഉപയോഗിക്കേണ്ടത്, റീചാർജബിൾ ബാറ്ററികൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം ഫുള്ളടിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ആ ഒരു ബാറ്ററി ഇട്ട് റീചാർജ് ചെയ്ത സമയത്ത് ആ ബാറ്ററി പൊട്ടി അതിൻ്റെ കരിയൊക്കെയാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ ആ ബാറ്ററിയിൽ നിന്ന് അതിൻ്റെ ലിക്വിഡ് പോലെ, ബാറ്ററിയുടെ ഉള്ളിലുള്ള ലിക്വിഡ് പോലെ ഒരു സാധനം ഈ ഒരു ചാർജറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബോർഡ് എല്ലാം ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന കൂടുതൽ പേരും ഇലക്ട്രോണിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ട് ഈ ഒരു ചാർജറിൻ്റെ ഉൾവശം കൂടി ഒന്ന് നിങ്ങൾക്ക് കാണാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് അഴിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ പഴയ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ. അപ്പം ഇതുപോലൊരു ചാർജർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ കളിക്കാനുള്ള ടോയ്സിനൊക്കെ ഇടുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന ബാറ്ററി മേടിച്ചാൽ നമുക്ക് നഷ്ടമാണ്. ഒരു ബാറ്ററി പുതിയത് മേടിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ റീചാർജബിൾ ബാറ്ററി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ തവണ മാത്രം കുറച്ച് പൈസ മുടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ലോങ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ ഒരു ചാർജറിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിനേക്കാളും കുറച്ചും കൂടി സെറ്റപ്പ് ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ തരം ബാറ്ററിയും റീചാർജ് ചെയ്യുന്ന ചാർജറിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ബാറ്ററിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാർജിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് ഓരോ ബാറ്ററിയായിട്ട് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ചില ഇതുപോലത്തെ ഇതിൻ്റെ കുറഞ്ഞ തരം ചാർജറിൽ വരുന്നത് നമുക്ക് 2 ബാറ്ററി ഒരേ സമയത്തെങ്കിൽ മാത്രമാണ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ചാർജറിൽ നമുക്ക് ഒരു ബാറ്ററി തന്നെയായിട്ട് ഇട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ചാർജിങ്ങിൻ്റെ എല്ലാം പ്രത്യേകം സെപ്പറേറ്റ് എല്ലാം ഓരോ ബാറ്ററിക്കും ഓരോ IC ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു LCDയിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ LCDകളിൽ നമ്മൾ ക്ലീനിങ് ലിക്വിഡോ അല്ലെങ്കിൽ പെട്രോളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടിന്നർ ഉപയോഗിച്ചാണ്. അപ്പോൾ അത് പെയിൻറ്റ് കടയിലൊക്കെ ചെന്നാലത് കിട്ടും. അത് നമുക്ക് ശകലം മതി, അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടിന്നറാണ്. അപ്പം ഇത് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ബോർഡുകളൊക്കെ ചിപ്പുകളും ICകളൊക്കെ വരുന്ന എല്ലാ ഭാഗത്തും നമുക്കിത് ഉപയോഗിച്ച് ഇതുപോലെ ഒരു പഴയ ബ്രഷോ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ ശേഷമാണ് ഇത് വീണ്ടും ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മൾ പുറത്തൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് വലിഞ്ഞ് പോകുന്നുണ്ടാവും. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ബോർഡ് ക്ലീനായി എടുക്കും. അപ്പോൾ നമുക്ക് പെട്രോൾ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പം പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഉപകരണങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ച് ഇതുപോലെ ടിന്നറോ അല്ലെങ്കിൽ പെട്രോളൊക്കെ ഉപയോഗിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, കുറേ നാളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പം അവിടെ ഈ പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ തന്നെ ഈ കമ്പോണൻസിൻ്റെ കാലുകളൊക്കെ തുരുമ്പ് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ച ആ ഒരു ഇതൊക്കെ ചിലപ്പം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഴയ റിസീവറോ വീട്ടിലുള്ള ചില ഉപകരണങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ക്ലീൻ ചെയ്യുമ്പം ഓവറായിട്ട് ഒരുപാടൊന്നും എല്ലായിടത്തൊന്നും ആവരുത്. അതുപോലെ തന്നെ LCDകളൊക്കെ ഉള്ളതാണെങ്കിൽ അതിലൊക്കെ ഒന്നും ഒരു പെട്രോളോ ഒന്നും ആവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ബോർഡ് ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂവിനും ചെറിയ തുരുമ്പും കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ ടിന്നറിലേക്ക് അങ്ങ് ഇട്ടേക്കാം. ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിട്ട് ആ ബ്രഷ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പൂർണ്ണമായിട്ട് ആ തുരുമ്പ് പോകില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീനായി വരും. അടുത്തായിട്ട് നമ്മൾ ഈ 2 കവറുകളാണ് ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് തുണികളുടെയൊക്കെ കരിമ്പും കളയാനും അതുപോലെ തന്നെ ടൈലിൻ്റെയൊക്കെ കറ കളയാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിന് നമുക്ക് അയക്കുന്നത് 60 രൂപയാണ് ഒരു ബോട്ടിലിന്. അപ്പം നമുക്ക് ഇത് ഒരു 60 രൂപയുടെ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ തുണിയുടെയൊക്കെ കരിമ്പും കളയുന്ന എന്ന് പറഞ്ഞാൽ മതി, കടയിൽ ലോക്കലായിട്ടുള്ള എല്ലാ ഷോപ്പുകളിലും തന്നെയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അത് മേടിച്ച അത്ര ഒരു വിജയകരമായിട്ട്
അങ്ങനെ സെറ്റാകണില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ച് നോക്കിയപ്പം ഏറ്റവും നല്ലത് ഈ ഒരു ലിക്വിഡാണ്. അപ്പം ഈ ഒരു സൈസ് വരുന്ന ലിക്വിഡ് എല്ലാം തന്നെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പം എല്ലാം തന്നെ വർക്കിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലിക്വിഡിൻ്റെ കറക്റ്റ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഇതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു ലേബൽ പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇപ്പം നമുക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആ കറക്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു മിക്സിയുടെ ക്ലീനിങ് വീഡിയോ ഇട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ലിക്വിഡിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ കരിമ്പങ്ങളെന്ന് ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ നേരെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നേരെ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ടിങ്ങനെ കറക്കിയെടുക്കുന്ന സമയത്ത് ആ പഴയ കരിയും അതുപോലെ തന്നെ ചെളിയൊക്കെ പിടിച്ച് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകിയാൽ പോലും പോകാത്ത സാധനങ്ങളൊക്കെ ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം തുണിയിലേക്കാണെങ്കിൽ നമ്മൾ നേരെ ഒഴിക്കരുത്, തുണിയുടെ കളറ് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കരിമ്പിനുള്ള ഭാഗത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ആ ഒരു ബോട്ടിലെ തന്നെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഒറ്റ തവണ ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ഏകദേശം നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അപ്പോൾ ഇത് ഫുള്ളായിട്ട് പറയുന്നില്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളിത് ഫുള്ളായിട്ട് പറയുന്നില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മുറിവുകളൊക്കെ ഉള്ള കൈയാണെങ്കിൽ അവിടെയൊന്നും ഈ ലിക്വിഡ് ആകാതെ നോക്കണം നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ. നമ്മൾ ക്ലീൻ ആക്കിയപ്പോൾ ഏകദേശം ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം 100% വിജയമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഏകദേശം ഒരു 95% ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ചില ഭാഗത്ത് മാത്രം കുറച്ച് ഒരു തുരുമ്പിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആദ്യമേ നമ്മൾ ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വെച്ച ആ ഒരു ബോർഡ് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു കവറിലേക്ക് ഇപ്പോൾ കവർ ഉണക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഈ ഒരു കവറിലേക്ക് നമുക്ക് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ ബോർഡൊക്കെ ഇട്ട് സ്ക്രൂവിലിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കിനി ഈ ബോർഡിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, ഇതിന് വർക്ക് ചെയ്യുമോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു 12 വോൾട്ട് സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റിൽ ഇതിൻ്റെ എല്ലാം ഒന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകും. ഇനി നമ്മളിതിനകത്ത് ബാറ്ററിയോ അല്ലെങ്കിൽ USB ഔട്ടോ കണക്ട് ചെയ്തെങ്കിൽ മാത്രം ആ കണക്ട് ചെയ്യുന്നതിൻ്റെ മാത്രമാണ് കാണിക്കുകയുള്ളൂ. നാലാമത്തെ പാർട്ടിയാണ് നമ്മൾ ആദ്യമേ ഇട്ടേക്കുന്നത്. നാലാമത്തെ പാർട്ടി ഇട്ടപ്പോൾ അവിടെ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ പാർട്ടി ഇട്ടപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ബാറ്ററി ഇടുന്നതനുസരിച്ച് ഓരോ ബാറ്ററിയുടെയും ഇൻഡിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കുറഞ്ഞ ചാർജറിൽ 2 ബാറ്ററി ഒരുമിച്ച് ഇട്ടെങ്കിൽ മാത്രമാണ് അത് ഓൺ ആവുള്ളൂ. അപ്പം ആ ഒരു ചാർജർ പരാജയമാണ്, ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവും. ഇത് വലിയ പ്രശ്നമില്ല, നല്ലൊരു ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല മേടിക്കാനുള്ള. ഇത് പഴയത് പറഞ്ഞാൽ എൻ്റെ കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി ചാർജർ മേടിക്കാനുള്ള ലിങ്ക് ഞാനിവിടെ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബാറ്ററികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എന്നും കടയിൽ നിന്നൊക്കെ 15 രൂപ കൊടുത്ത് 4 ബാറ്ററിയൊക്കെ മേടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോർച്ചുകളുണ്ട്, അതുപോലെ തന്നെ മുടിയൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ ട്രിമ്മർ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബാറ്ററി കുറച്ച് മേടിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒറ്റ തവണ മാത്രം കുറച്ച് പൈസ മുടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടോയ്സിനൊക്കെ ഇതുപോലത്തെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ചാർജറും ഇതുപോലത്തെ ഒരു ബാറ്ററിയും ആദ്യമേ ഒരു കുറച്ച് പൈസ മുടക്കി മേടിച്ച് വെക്കണം, നമുക്ക് ഒരുപാട് നാളത്തേക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് USB ഔട്ട് ഉള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 12 വോൾട്ടിൻ്റെ വണ്ടിയിൽ നിന്ന് സപ്ലൈ വണ്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ വലിയ ബാറ്ററിയിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് USB കേബിൾ വഴി നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മളിങ്ങനെ ഓരോ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നുണ്ടാവും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്ന ചാർജറിൻ്റെ ലിങ്ക് ഈ ഒരു ചാർജറിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 തരം ബാറ്ററിയും നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ തരം ബാറ്ററിയും അതുപോലെ തന്നെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ചെറിയ 1.2 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററിയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്.